ആ, ഇന്ന് രാവിലെ തന്നെ തുടങ്ങിയ ചേച്ചി ഇത് എന്ത് ഭാവിച്ചേട്ടാ? ഞങ്ങൾക്ക് എന്ത് നാണക്കേടെന്നറിയോ? എല്ലാം ഞാൻ അറിയാണ്ട് സംഭവിക്കണതാ. കൊടുങ്ങല്ലൂരമ്മയുടെ ശക്തി അത്. ചേച്ചി വെറുതെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ടാട്ടാ. ഈ വേഷം കെട്ടുകളൊന്നും ഇവിടെ നടക്കില്ല. ഞാനിപ്പോ നിന്റെ ചേച്ചിയല്ല. പിന്നെ ചേച്ചി എന്തൊക്കെയാ പറയണത്? ഞാനിപ്പോ അമ്മയാണ്, കൊടുങ്ങല്ലൂരമ്മ. കൊടുങ്ങല്ലൂരമ്മ ചേച്ചി എന്നൊന്നും നോക്കില്ലാട്ടാ. എന്തേ? ഞാൻ അവിടേക്ക് അമ്മയെ കാണാനായി വരികയായിരുന്നു. നിങ്ങളുടെ അമ്മ എങ്ങനെ എൻ്റെ വീട്ടിലുണ്ടാവാ? നിങ്ങളുടെ അമ്മ നിങ്ങളുടെ വീട്ടിലല്ലേ ഉണ്ടാവാ? എൻ്റെ അമ്മയല്ല, സാക്ഷാൽ കൊടുങ്ങല്ലൂരമ്മ. ആ പേരും പറഞ്ഞ് എൻ്റെ വീട്ടിൽ കടന്നു പോരുത്, കേട്ടില്ലേ നീ? ചേട്ടനറിയോ, എൻ്റെ വീട് ജപ്തി ആവാറായി. ഞാൻ സകല ദൈവങ്ങളെയും വിളിച്ചു, സകല അമ്പലങ്ങളിലും പോയി, പക്ഷെ ഒന്നും ശരിയായില്ല. അവസാനം എൻ്റെ ഒരു കൂട്ടുകാരിയെ പറഞ്ഞു ചേട്ടൻ്റെ മോളെക്കുറിച്ച്. ചേട്ടൻ്റെ മോള് പറഞ്ഞു 1 മാസത്തിനുള്ളിൽ എല്ലാം ശരിയാവുന്നു. ജപ്തി നടപടികളൊക്കെ ബാങ്ക് നിർത്തിവെച്ചു. അതൊരു അത്ഭുതമല്ലേ ചേട്ടാ? നിങ്ങളുടെ മോള് ദിവ്യശക്തിയുള്ള ആളാ. എനിക്ക് ആളെ ഒന്ന് കാണണം, ആ പാദത്തിലൊന്ന് നമസ്കരിക്കണം. രമേശ് ചേട്ടാ, ഇതൊക്കെ സത്യമാണോ? ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? ഇതിലൊക്കെ സത്യം ഉണ്ടാവും, ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ല എന്നുള്ളൂ. ഞാൻ അവിടെ പോയിരുന്നു. മോൾക്ക് എക്സാം ആയിരുന്നു. വേണ്ട വിധത്തിൽ എഴുതിയില്ല. ഞാനും മോളും കൂടി അവിടെ പോയി. അവർ പറഞ്ഞു ധൈര്യമായിട്ട് പോയിക്കോളൂന്ന്, പാസ്സാകുന്നു. ഇതാ റിസൾട്ട് വന്നു, പാസ്സായില്ലേ? അതെല്ലേ, എനിക്കൊന്ന് പോണം അവിടെ. നിങ്ങൾക്കൊക്കെ വട്ടുണ്ടാ? ഓരോന്ന് പറയണ്ട. വെറുതെ ഓരോന്നും പറയണ്ട. വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കരുത്. കൊടുങ്ങല്ലൂർ അമ്മയാണേ. എനിക്കിതിലൊന്നും വിശ്വാസമില്ല. ആ, നീ വിശ്വസിക്കണ്ട. എന്തെല്ലാരും കാര്യമായിട്ട് ചർച്ചയിലാണല്ലോ. നമ്മുടെ പൂജാരിയുടെ മോളില്ലേ, കൊടുങ്ങല്ലൂർ അമ്മയാണെന്ന് പറഞ്ഞിട്ട് അവരെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക. ആ, അത് ഞാനും കേട്ടു. നമ്മുടെ നാട് മുഴുവൻ അതാണല്ലേ സംസാര വിഷയം. എനിക്ക് വിശ്വാസട്ടാ. എനിക്ക് യാതൊരുവിധ വിശ്വാസവും ഇല്ല. വിശ്വസിക്കേണ്ടവർക്ക് വിശ്വസിക്കാം, അല്ലാത്തവർക്ക് അങ്ങനെയാവാം. ഞാൻ അവർക്കൊരു ആശ്രമം പണിയാൻ തീരുമാനിച്ചു. ആണോ? അതെന്തായാലും നന്നായി. ഭക്തന്മാരുടെ ഇടയിൽ നിന്ന് സംഭാവന പിരിക്കേണ്ടി വരും. ഒരു കമ്മിറ്റി ഉണ്ടാക്കണം. ഇത്ര വിവരക്കേടുകൾക്കൊന്നും ഞാനുണ്ടാവില്ല. നിന്റെ ഇഷ്ടം. അമ്മേ, കാര്യങ്ങളൊക്കെ കഷ്ടമാണ്. എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ടാക്കി തരുമോ? എല്ലാം ശരിയാവും. അമ്മ എല്ലാം കാണുന്നുണ്ട്. ആ ലോണിൻ്റെ പൈസയെ ഞാൻ ഇന്ന് അടച്ചോളാം, വൈകിട്ട് ശരിയാവുള്ളൂ. അമ്മയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവണം അമ്മേ.
അമ്മേ. നിങ്ങൾക്കൊക്കെ വല്ല പ്രാന്തുണ്ടാ? എന്നിട്ട് പോയി എവിടെന്ന്? കാണാൻ ഇഷ്ടമില്ലെങ്കിൽ നീ അകത്തേക്ക് പോയിക്കോ. ഈ വക ഭ്രാന്തുകളി ഇവിടെ പറ്റില്ല. എഴുന്നേറ്റേ. ഞാൻ അമ്മയെ കാണാൻ വേണ്ടി. അമ്മയാ? ഇത് എത്രാമത്തെ ആളെ വന്നുകൊണ്ടിരിക്കണത്? അമ്മേ, അമ്മ പറഞ്ഞതെല്ലാം അക്ഷരം പ്രതി സംഭവിച്ചു അമ്മേ. അമ്മയുടെ അനുഗ്രഹം എന്നും ഉണ്ടാവും. നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയേൻ. ഈ വക പരിപാടിയൊന്നും ഇവിടെ നടക്കില്ല. അമ്മേ, ഇതെന്റെ ദക്ഷിണയാ. ദക്ഷിണ അവളെ ഏൽപ്പിച്ചോളൂ. ചേച്ചി, ചേച്ചി നാളെയും വന്നോളൂ കേട്ടോ. അമ്മയുടെ അനുഗ്രഹം എന്നും ഉണ്ടാവും. ഇത് കൊള്ളാലോ പരിപാടി. ഹലോ, ലോണിന്റെ പൈസ റെഡി ആയിട്ടുണ്ട് കേട്ടാ. എന്താ വന്നത്? അമ്മേ, അമ്മേ, ഒരുപാട് സങ്കടങ്ങളുണ്ടമ്മേ പറയാൻ. ഇവനാ? ഇവിടെ വിശ്വാസമില്ലാത്തവരും വിശ്വാസികളാവുന്നു. കടന്നു വരൂ. നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങളെല്ലാം നടക്കും. അമ്മയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമുക്കൊരാശ്രമം വേണം. അതിന് നമ്മുടെ നാട്ടിൽ നമുക്കൊരു പിരിവ് സംഘടിപ്പിക്കണം. ഇനി എല്ലാ കാര്യങ്ങൾക്കും പ്രധാന ശിഷ്യനായ ഞാനുണ്ടല്ലോ കൂടെ. ദക്ഷിണ നിരക്ക് പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട്. ഇനി പുതുക്കിയ നിരക്കിലാണ് അമ്മയെ കാണാൻ വരേണ്ടത്. വളരെ നല്ല തീരുമാനം. ഈ ഗ്രാമം മുഴുവൻ ഇനി ഇങ്ങോട്ട് ഒഴുകും. ഇല്ലെങ്കിൽ ഞാൻ ഒഴുക്കും. അമ്മേ. അമ്മേ, അമ്മേ. ഈ നാട്ടിലെ വിൽക്കാൻ വെച്ചിരിക്കുന്നതിൽ ഏറ്റവും വലിയ വീടാണിത്. ഈ വീട് വാങ്ങണം, പണ്ട് മുതലുള്ള ആഗ്രഹമാണ്. ഇതല്ല, ഇതിനപ്പുറമുള്ള വീട് നമുക്ക് വാങ്ങിക്കാം. നിങ്ങളൊന്ന് കൂടെ നിന്ന് തന്നാൽ മതി. ഭക്തിമൂത്ത് ഭ്രാന്തായ കുറേ ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പം അവരെ പറ്റിക്കുന്നതിൽ ഒരു വിരോധമില്ല. പണം ഉണ്ടാക്കാനും അധികാരത്തിനും
ഏറ്റവും പറ്റിയ ടൂൾസാണ് ഭക്തി. ഈ വീട് നമ്മൾ വാങ്ങും. വലിയൊരു ദുരന്തമാണ് ഞാൻ ഉൾക്കണ്ണിൽ കാണുന്നത്. രക്ഷപ്പെടാൻ ഒറ്റ മാർഗ്ഗേ ഉള്ളൂ. അതിന് വലിയൊരു പൂജ തന്നെ വേണ്ടിവരും. അമ്മ പറഞ്ഞ എന്ത് ചെയ്യാനും ഒരുക്കണം. പ്രതീക്ഷിക്കുന്നത് പോലെയല്ല. പൂജയ്ക്ക് കാശ് കുറേ ചെലവാവും. അത് ഏകദേശം എത്ര രൂപയാവും? നിങ്ങളുടെ ജീവന്റെ കാര്യമാണേ. ഒരു 5 ലക്ഷം രൂപ അത് പ്രതീക്ഷിച്ചോളൂ. 5 ലക്ഷം? അതിപ്പോ ഞാൻ എങ്ങനെ ഉണ്ടാക്കും? അമ്മേ, അമ്മേ, ഞാൻ വന്നോളാം. എൻ്റെ ആധാരവുമായി ഞാൻ വന്നോളാം അമ്മേ. അമ്മേ, 5 ലക്ഷം രൂപ. അതെ, പിരിവിങ്ങനെ ഒന്നായാൽ പോരാ, കുറച്ചും കൂടി ഒന്ന് ഉഷാറാവണം. ആ അതെ, ആശ്രമം ഉണ്ടാക്കുന്ന ഒരു പുണ്യപ്രവൃത്തിയാണല്ലോ. എൻ്റെ ബാങ്കിലുള്ളത് മുഴുവൻ ഞാൻ വലിച്ചിട്ടുണ്ട്. അമ്മ നമ്മുടെ നാടിൻ്റെ ഒരു അഭിമാനമാണ്. അതനുസരിച്ചുള്ള ഒരു ആശ്രമം തന്നെ വേണം. അതെ, അതിനു വേണ്ടിയിട്ട് പുറത്തു നാട്ടിൽ നമുക്ക് പരിപാടി നടത്താം. ആ അത് ശരിയാ. ഗൾഫിലും യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ അമ്മയ്ക്ക് ആരാധകരുണ്ടല്ലോ. അതെ, ലോകം മുഴുവൻ ഇപ്പോൾ അമ്മയ്ക്ക് ആരാധകരാണ്. അല്ല, എന്താണ് നിങ്ങളുടെയൊക്കെ ഉദ്ദേശം? അച്ഛാ, പണക്കാരെ പോലെ ജീവിക്കണം, അതാണ് ഉദ്ദേശം. അതെ അച്ഛാ, ഇപ്പോഴത്തെ ദൈവം എൻ്റെ ചേച്ചിയാണ്, അതായത് അച്ഛൻ്റെ മോള്. ഒരായുസ് മുഴുവൻ അമ്പലത്തിൽ പൂജ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. എന്നോട് തന്നെ വേണോ ഈ പരീക്ഷണം ഭഗവതി? എന്താന്ന് ഒക്കെ ഭഗവതിക്ക് വേണ്ടിയല്ലേ. നമുക്കിത് തിരിച്ചു കിട്ടും. എനിക്കറിയാം, ഒരായുസ് മുഴുവൻ നമ്മൾ പണിയെടുത്തിട്ട് ഉണ്ടാക്കിയതല്ലേ ഇത്. കൊടുങ്ങല്ലൂരമ്മ നമ്മളെ രക്ഷിച്ചോളും. നമ്മൾ വഴിയാതാരാവില്ല. കൊടുങ്ങല്ലൂർ അമ്മയ്ക്കാണല്ലോ നമ്മളിത് കൊടുക്കണത്. പിന്നെ തലയ്ക്ക് മീതെ നിങ്ങളുണ്ടല്ലോ എനിക്ക് രക്ഷകനായിട്ട്. ആകെയുള്ളൊരു കിടപ്പാടാ. ഒരു ജന്മം മുഴുവൻ പാടുപെട്ടുണ്ടാക്കിയതാ. എല്ലാം അമ്മയ്ക്കറിയാം. നല്ല സന്തോഷം ഉണ്ടാവും. എല്ലാം ഇരട്ടിയായി തിരിച്ചു കിട്ടും. എല്ലാം എനിക്കറിയാം. എൻ്റെ ഇപ്പോഴത്തെ എല്ലാ ഐശ്വര്യങ്ങൾക്കും കാരണം അമ്മയാണ്. ആശ്രമത്തിലെ പണികളെല്ലാം ഒന്ന് കഴിഞ്ഞോട്ടെ. നമുക്കെല്ലാം തിരിച്ചെടുക്കാം. എന്നെ സഹായിക്കുന്നത് സാക്ഷാൽ കൊടുങ്ങല്ലൂരമ്മയെ സഹായിക്കുന്നത് പോലെയല്ലേ? അമ്മേ മഹാമായേ. എന്താ ഇവിടെ? നിങ്ങൾക്കൊക്കെ എന്താ വല്ല പ്രാന്തണ്ടാ? അതൊന്നും കാര്യാക്കണ്ട, മോള് പൊക്കോളൂ. അവിടെ നിൽക്ക്. തന്നെ ഇങ്ങോട്ട് ഇത് കൊണ്ടുപോയേ. ഇത് ഞാൻ അമ്മയ്ക്ക് വേണ്ടി കൊണ്ടുവന്നതാ, ആശ്രമം ഉണ്ടാക്കാനായിട്ട്. 40-40 വർഷമായിട്ട് ദൈവത്തിന് പൂജ ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഞാൻ. എന്നിട്ട് നിങ്ങളുടെ മാതിരിയുള്ള പ്രാന്തില്ല എനിക്ക്. ഇതൊക്കെ അന്ധവിശ്വാസങ്ങളാണ്. നിങ്ങളൊന്ന് മനസ്സിലാക്കുന്നത്. അമ്മയാണ് എനിക്കെല്ലാം. ഇത് ഞാൻ അമ്മയ്ക്ക് കൊടുത്തതാണ്. നിങ്ങളായിട്ട് അതിന് തടസ്സം നിൽക്കരുത്. ഇറങ്ങിപ്പോവല്ലേ പറഞ്ഞ അവിടുന്ന്. ഇറങ്ങിപ്പോവിടുന്ന്. നിങ്ങളൊക്കെ എവിടെയാണ് ഇവിടെ വഷളാക്കണത്? ഇനി നിങ്ങൾ ഈ പടി എവിടെയോ വരുന്നു. ചേച്ചി വിഷമിക്കണ്ട, അമ്മയുടെ കാര്യങ്ങളൊക്കെ ഞാനാണ് നോക്കുന്നത്. ആ ആധാരം ഇങ്ങോട്ട് തന്നേക്കൂ. അമ്മേ. ആ ചേച്ചി വാ. എന്റെ ദൈവമേ, ഇത് എവിടെ ചെന്ന് അവസാനിക്കും ഇത്?
അമ്മേ ദേവി. കഷ്ടം. അച്ഛൻ എന്തു പണിയാ കാണിച്ചത്? നിന്നെ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരോട് ഈ കുടുംബം നശിപ്പിക്കോ? എന്താ അച്ഛനീ പറയുന്നത്? ഇപ്പോഴാണ് ഈ കുടുംബം ഒന്ന് രക്ഷപ്പെട്ടു വരുന്നത്. അച്ഛനായിട്ട് അത് നശിപ്പിക്കരുത്. ഇതാണ് രക്ഷപ്പെടല്. നാട്ടുകാരെ മുഴുവൻ പറ്റിച്ചിട്ട് ഒരു തരി പൊന്നിടാൻ വേണ്ടി ഞാൻ കൊതിച്ചിട്ടുണ്ട്. ഇപ്പൊ അച്ഛൻ എന്നെ ഒന്ന് നോക്കിയേ. ഇതെല്ലാം ചേച്ചി ഉള്ളതുകൊണ്ടാണ്. സ്വർണത്തിനേക്കാളും പണത്തിനേക്കാളും വലിയൊന്നുണ്ട്, അഭിമാനം. കേട്ടറിയത് അഭിമാനം നോക്കിയിരുന്നാലേ വീട്ടില് പട്ടിണി കിടന്ന് ചാവേണ്ടി വരും. ആശ്രമത്തിലെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ലക്ഷങ്ങളാണ് കയ്യിൽ വരാൻ പോകുന്നത്. അച്ഛനായിട്ട് അത് തടസ്സം നിൽക്കരുത്. ഞാൻ ജീവനോടെ ഉള്ളപ്പോ ഇതൊന്നും നടക്കാൻ പോകില്ല. എന്തൊക്കെ സംഭവിച്ചാലും അത് നടക്കച്ച. അച്ഛനെ കണ്ടപ്പോഴേ പേടിച്ചു പോയി ഞാൻ. അല്ല, എന്താ ചേച്ചി വന്നേ? അമ്മ ഇവിടെ ഇല്ലേ? അമ്മയെ കാണാൻ വന്നതാ ഞാൻ. ഇന്ന് ദർശനില്ല. പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടാ? ആശ്രമത്തിന്റെ പണിക്കേ പൈസ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ. പലിശക്ക് എടുത്തതാ. ആണോ? എന്നാ എന്റെ കയ്യിൽ തന്നാ മതി. ഓ എന്റെ കൊടുങ്ങല്ലൂർ അമ്മേ, ഞാനൊരു ചിട്ടിയും കൂടി ചേർന്നിട്ടുണ്ട്. അതും കൂടി അമ്മയ്ക്കുള്ളതാ. ആശ്രമത്തിലേക്ക് പണം തരുന്നവർക്ക് അമ്മയുടെ പ്രത്യേക അനുഗ്രഹം ഉണ്ടാവും. പാണ്ഡവ കൗരവ യുദ്ധം പോലെയാണിത്. ധർമ്മത്തിന് വേണ്ടിയുള്ള യുദ്ധമാണിത്. ഈ യുദ്ധത്തിൽ നമുക്കെന്തും ചെയ്യാം. ആരെ വേണമെങ്കിലും കൊല്ലാം. അമ്മയ്ക്ക് വേണ്ടി ഞാൻ എന്തിനും തയ്യാറാ. എങ്കിലും ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ? ഇതൊക്കെ വലിയ പ്രശ്നമായി തീർന്നാലോ? പ്രശ്നം വന്നാൽ നമ്മളത് നേരിടും. ചില കാര്യങ്ങൾക്ക് ആയുധം തന്നെയാണ് പരിഹാരം. എന്തിനും കൊടുങ്ങല്ലൂരമ്മ കാവലുണ്ട്. ഇതാണ് വേണ്ടത്. അയാൾ വരാറായിട്ടുണ്ട്. ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി. നമ്മുടെ പൂജാരി വെന്റിലേറ്ററിലാണ്. ഇനി കാര്യങ്ങളെല്ലാം സ്പീഡായി നിൽക്കണം. ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ അമ്മയുടെ ഭക്തന്മാരുടെ. ആശ്രമത്തിന്റെ പണി പൂർത്തിയായാലേ അതിന്റെ അധികാരസ്ഥാനത്ത് നമ്മൾ തന്നെ ആവണം. എന്ത് തടസ്സം ഉണ്ടെങ്കിലും ഞങ്ങൾ ഭക്തന്മാർ കൂടെ ഉണ്ടാവും. അമ്മേ ശരണം, ദേവീ ശരണം. അമ്മേ ശരണം, ദേവീ ശരണം. അമ്മേ ശരണം, ദേവീ ശരണം. ആശ്രമത്തിന്റെ പണി പൂർത്തിയാവാൻ പോവുകയാണ്. നിങ്ങളൊക്കെ പിന്നെ ഇവിടുത്തെ അന്തേവാസികളല്ലേ? എല്ലാം അമ്മയുടെ അനുഗ്രഹം. ഉള്ളതെല്ലാം വിറ്റുപറക്കി അമ്മയുടെ കാൽക്കൽ വെച്ചിട്ടുണ്ട്. എല്ലാം അമ്മയ്ക്ക് അറിയാലോ. എല്ലാം അമ്മ കാണുന്നുണ്ട്. അമ്മേ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ചിലർക്കൊന്നും ഒരു വിശ്വാസവും ഇല്ല. അവരൊന്ന് വിശ്വസിപ്പിക്കാൻ എന്തെങ്കിലും ഒരു അത്ഭുതം കാണിക്കുമോ? അത് ശരിയാ, ഞങ്ങൾക്കും കാണുന്നുണ്ട്. ഇപ്പൊ എന്തെങ്കിലും അത്ഭുതം കാണിക്കോ? ആ പൊക്കോളൂ, അമ്മയ്ക്ക് പൂജയ്ക്കുള്ള നേരായി. പൊക്കോളൂ. ഇതെല്ലാം ഒരു ബിസിനസ്സാണ്. ആളുകൾക്കിപ്പോൾ അത്ഭുതങ്ങളിലാണ് വിശ്വാസം. മാജിക്. അത്ഭുതങ്ങൾക്ക് ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ? ഇനി അങ്ങോട്ട് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ഞങ്ങൾ ബിസിനസ്സുകാരായിരിക്കും. അമ്മ ഒന്ന് നിന്ന് വന്നാൽ മതി. അങ്ങനെ ആവട്ടെ മോനെ. ലാഭത്തിൻ്റെ 50% അമ്മയ്ക്ക്. അത് മറക്കണ്ട. അമ്മേ ശരണം, ദേവീ ശരണം.
അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആൾക്കാർക്ക് വിശ്വാസമാവണം. അമ്മ ഒരു അത്ഭുതം പ്രവർത്തിക്കണം. അതിന് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും? കൊടുങ്ങല്ലൂർ വേല കഴിയുന്നതോടുകൂടി നമ്മൾ വിചാരിച്ച കാര്യങ്ങളെല്ലാം നടക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആശ്രമത്തിലേക്ക് ഭക്തരൊഴുകും. ഭക്തന്മാരെ ഒഴുകിക്കോളും. ഒക്കെ അമ്മയുടെ അത്ഭുതം ആശ്രയിച്ചിരിക്കും. അമ്മ അത്ഭുതം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് നാട് മുഴുവൻ എത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. എൻ്റെ കയ്യിൽ ഒരുപാട് ഓൺലൈൻ മാധ്യമങ്ങളുണ്ട്. ഞാൻ അതിനിപ്പോൾ എന്താ അത്ഭുതം പ്രവർത്തിക്കുക? അതൊക്കെ ഞാൻ പറയാം. കൗതുണ്ടലിന് അമ്മയും പോകണം. അവിടെ വെച്ച് നമ്മൾ പ്ലാൻ ചെയ്ത ഒരു അത്ഭുതം സംഭവിക്കും. അത് കൊള്ളാം. അത് നമുക്ക് അങ്ങനെ തന്നെ പ്ലാൻ ചെയ്യാം. നല്ല റിഹേഴ്സൽ വേണം. നമുക്ക് ഇവിടെ തന്നെ റിഹേഴ്സൽ ചെയ്യാം. അപ്പോൾ നാളെ അമ്മയുടെ അത്ഭുത പ്രവൃത്തികളുടെ റിഹേഴ്സൽ തുടങ്ങും. ആ അമ്മേ ദേവി. ഇപ്പൊ വേണ്ട ചേച്ചി, കാണാൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കിക്കൊണ്ട്. മീറ്റിംഗ് കഴിഞ്ഞല്ലോ. ഓക്കെ. ചേച്ചി, അമ്മ അത്ഭുതം കാണിക്കാൻ പോകുന്നു. ഓ ഞാനും അറിഞ്ഞു. നമുക്ക് പോവണ്ടേ? നമുക്ക് പോകണ്ടേ? അന്ന് ആശ്രമത്തിലേക്ക് ഞാൻ ഈ മാല കൊടുക്കും. ഞാൻ പലിശയ്ക്ക് പണം എടുത്തിട്ടുണ്ട് അമ്മയ്ക്ക് കൊടുക്കാൻ. ചേച്ചി, അമ്മേനെ കാണാനല്ലേ? നമുക്ക് ഒരുമിച്ച് പോകാം, വാ. എന്ന് പറഞ്ഞാലേ വലിയൊരു കച്ചവടം കൂടിയാണ്. ആരോടും കണക്ക് ബോധിപ്പിക്കേണ്ടാത്ത വലിയൊരു കച്ചവടം. ഭക്തരെ അത്ഭുതപ്പെടുത്തുന്ന വലിയൊരു അത്ഭുതം അമ്മ പ്രവർത്തിക്കും. പ്ലാൻ ചെയ്ത പോലെ എല്ലാം നടന്നാൽ നല്ലതാ. നിങ്ങളെ വിശ്വസിച്ചാണ് ഞങ്ങളൊക്കെ കൂടെ വെക്കണത്. വെന്റിലേറ്ററിൽ കിടക്കുന്ന പൂജാരിയുടെ നാവിൻ തുമ്പിലാണ് നമ്മുടെയൊക്കെ ജീവിതം. അതാരും മറക്കണ്ട. നിങ്ങളിങ്ങനെ നെഗറ്റീവ് പറയല്ലേ. വെന്റിലേറ്ററിലൊന്നും പൂജാരി രക്ഷപ്പെടാൻ പോകുന്നില്ല. അല്ല, എന്താ ഇപ്പം ഈ അത്ഭുതം? ഞങ്ങളും കൂടി ഒന്ന് അറിയട്ടെ. അത്ഭുതം അല്ല കാളി, എന്നെ വിറ്റ് തിന്നാൻ നോക്കുന്ന എത്ര പാവങ്ങളെ നിങ്ങൾ എൻ്റെ പേരിൽ ചതിച്ചു. സത്യം തിരിച്ചറിഞ്ഞ ഒരാളെ ദേ കാണും.
ഞാൻ നിന്റെ അച്ഛനല്ല, കരിങ്കാളിയാണ്. നിന്നെ നിഗ്രഹിക്കാൻ വന്നതാണ്. എന്നെ കൊല്ലല്ലേ. അവരെന്തോ ഉടനെ, ഞാൻ പറയാത്തതാണല്ല. അവരെന്തോ ഉടനെ. ഇതെന്തത്? ഇതിപ്പോ എന്താ ഉണ്ടായേ? അമ്മയ്ക്ക് എന്താ പറ്റിയേ? നമ്മുടെ പൂജാരി മരിച്ചു. മരണത്തിന് മുമ്പേ പൂജാരി പോലീസിന് മൊഴി കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ പേരാ പറഞ്ഞേക്കണു. പോലീസ് നിങ്ങളെ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്, ഞാൻ പോയിട്ട് വരാം. ഏയ് പോവല്ലേ, നിക്ക് ഏയ് പോലെ സമയമില്ലാന്നേ. നിക്ക് നിക്ക്. ഞങ്ങളുണ്ട്. ഞങ്ങളെ കൂടെ കൊണ്ടുപോ, ഞങ്ങൾ പെട്ടാ. ജയന്തി മംഗള